കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ദിവസവും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ഒപ്പം തന്നെ സാങ്കേതിക നിലവാരങ്ങൾക്കെല്ലാം മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്ത ഒരു ആഴ്ചയായിരുന്നു കടന്നുപോയത്. അതിൻ്റെ ഒരു തുടർച്ച ഈ ഒരാഴ്ചയും വിപണിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരമാണ്. ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ മിക്ക ദിവസങ്ങളിലും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലുമായിരുന്നു. വെള്ളിയാഴ്ച ഏതാണ്ട് 7,000-ഓളം കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രമല്ല US ഫെഡറൽ റിസർവിന്റെ പണനയ അവലോകന യോഗത്തിന് ശേഷം അടുത്തു തന്നെ ഒരു നിരക്ക് കുറയ്ക്കലുണ്ടായേക്കും എന്നുള്ളൊരു സൂചന ലഭിച്ചതും ആഗോള സാഹചര്യങ്ങളെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആഭ്യന്തര തലത്തിലും പലിശ നിരക്കുകളിൽ ഒരു കുറവ് വരുത്തിയേക്കും. അതിന് ഉപോത്ബലകമായി തന്നെയാണ് പണപ്പെരുപ്പ നിരക്കിൽ ഉണ്ടായിട്ടുള്ള കുറവ് എന്നുള്ള ഒരു വിലയിരുത്തലും ഒരു മുന്നോട്ട് നീങ്ങുന്നതിനുള്ള ഒരു പ്രവണത വിപണിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും 23,800 എന്നുള്ള ഒരു നിലവാരമാണ് ഇപ്പോൾ മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം കൂടി ഭേദിച്ച് നിലനിന്ന് വ്യാപാരം നടക്കേണ്ട ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയുള്ളൂ. മറിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിപണിയിൽ ഈ ഒരു രീതിയിൽ മുന്നേറ്റം തുടർന്ന ഒരു സാഹചര്യത്തിൽ നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ മുൻനിര ഓഹരികളിൽ നിക്ഷേപിക്കാനുള്ള ഒരു അവസരമായി വിപണിയിൽ ഇപ്പോഴത്തെ ഒരു നീക്കത്തെ കാണണം. രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ ഇപ്പോഴും മുന്നേറ്റം തുടരുന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു നിലവാരം അത്ര തൃപ്തികരമല്ല, അല്ലെങ്കിൽ അത്ര ശക്തമല്ല എന്നുള്ള ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ മുൻനിര ഓഹരികളിൽ തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുകയായിരിക്കും നിക്ഷേപകരെ സംബന്ധിച്ചിടത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക.